വി ആർ ടോക്കിംഗ് അബൌട്ട് 1982. അച്ഛന് ഒരു നഷ്ടം വന്നായിരുന്നു. അപ്പൊ അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ. അന്ന് 16 കോടി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരാളെ ഉള്ളായിരുന്നു സൗത്ത് ഇന്ത്യയിൽ, വിച്ച് വാസ് മൈ ഫാദർ. ആ സമയത്ത് 40 കോടിയായിരുന്നു ലയബിലിറ്റി. അന്ന് ഞാൻ 18 വയസ്സ്. 55 ലക്ഷമായിരുന്നു ഒരു മാസം ഇൻട്രസ്റ്റ് മാത്രം പേയ്മെന്റ്. അന്നത്തെ 55 ലക്ഷം എന്ന് വെച്ചാൽ ലോട്ടറി ജയിച്ച 1 ലക്ഷം കിട്ടത്തുള്ളൂ. 1995 രാജന മരിച്ച. അപ്പം ഈ 40 കോടി ലയബിലിറ്റി ഉള്ള സ്ഥലത്ത് ഐ ഹാഡ് ടു ഇൻഹെറിറ്റ് $103 million ലയബിലിറ്റി ഓഫ് രാജന. എല്ലാവരും അങ്ങ് ഓടി അങ്ങ് പോയി. അസറ്റ്സ് ഒന്നും വിൽക്കാനും പറ്റത്തില്ല, എല്ലാം അറ്റാച്ച്ഡ്. ഞാൻ പോകുന്ന കാറ് വരെ അറ്റാച്ച്ഡ്. അപ്പൊ ആ കാർ എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല, പുതിയ കാർ മേടിക്കാൻ പൈസ ഇല്ല. എന്റെ വീട് വിൽക്കാത്തത്. എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ റിച്ച് ആയിട്ട് ലിവ് ചെയ്യാനായിട്ട്, അമേരിക്കയിൽ ചെന്ന് വർക്ക് ചെയ്ത് വല്ലതെല്ലാം ലിവ് ചെയ്യാനായിട്ട്. അമ്മയാ പറഞ്ഞത്, ലുക്ക്, നിന്റെ അപ്പൂപ്പനോ അച്ഛനോ അല്ല ഇവിടെ ഒരു നെയിം ഉണ്ട്, നിന്റെ ഡ്യൂട്ടിയാ ടു പേ ബാക്ക് ദ ലയബിലിറ്റി. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളിൽ പഠിപ്പിക്കാത്ത പാഠങ്ങളാണ്. ലണ്ടനിൽ താമസിക്കുമ്പം അന്ന് പ്രിൻസ് ചാൾസും ഇന്നത്തെ രാജാവ് പ്രിൻസ് ചാൾസും ഡയാന ആയിരുന്നു ഏറ്റവും വലിയ സ്പെൻഡേഴ്സ് ഇൻ ദ കൺട്രി. അതിനേം കാട്ടിയും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു, വിച്ച് വാസ് രാജൻ പിള്ള, വിച്ച് വാസ് 11 million pounds a year. ഈ ലാർജ് ലയബിലിറ്റി പേ ചെയ്ത ലാസ്റ്റ് ഡേ വാസ് ദ ഡേ ഓഫ് ദി ഡിമോണിറ്റൈസേഷൻ. ദാറ്റ് ഡേറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 days എനിക്ക് ആരെ റെക്കഗ്നൈസ് വരെ ചെയ്യാൻ പറ്റില്ല. എന്റെ മൈൻഡ് മാത്രം വർക്ക് ചെയ്യുന്നില്ല. കടന്നു വന്ന റിയലി വി അപ്രീഷിയേറ്റ് ദിസ്. ഇന്നിപ്പോ എത്ര ടേൺ ഓവർ? അത് വെണ്ടർമുക്ക് മുതൽ മാൾട്ട വരെയുള്ള ജീവിതകഥ, വളരെ രസകരമായ ജീവിതകഥ ഇന്ന് ABC പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലുള്ളത് രാജ്മോഹൻ പിള്ള സാറാണ്. വെൽക്കം ടു ABC ടോക്ക് സാർ. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ജികെ, താങ്ക് യു സോ മച്ച്. ഒരുപക്ഷെ രാജ്മോഹൻ പിള്ള എന്ന ആളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അങ്ങയുടെ ചേട്ടൻ്റെ പേര് പറഞ്ഞു തന്നെ ആദ്യം പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. മലയാളികൾക്ക് മുഴുവൻ ഇൻസ്പയർ ആയ ആദ്യത്തെ ബിസിനസ് പേഴ്സൺ എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. കറക്റ്റാ അല്ലേ? വളരെ കറക്റ്റാ. ഫസ്റ്റ് ഇന്റർനാഷണൽ ആയിട്ട് ബിസിനസ് ചെയ്ത് ഇന്ത്യയിൽ വലിയ രാജ്യത്തിൽ ചെന്ന് ടേക്ക് ഓവർ ചെയ്ത് കൊക്കക്കോളയും പെപ്സിയും എല്ലാം തോപ്പിച്ച് ബൈ ചെയ്ത് ഫസ്റ്റ് മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത രാജനാണ്. ഇതൊരു ചിത്രകഥയല്ല, റിയാലിറ്റിയാണ്. അതായത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കഥയാണ്. അതായത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് റിലേറ്റ് ചെയ്യാൻ ബ്രിട്ടാനിയ രാജൻ പിള്ള എന്ന് തന്നെ പറയാം. കറക്റ്റ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജും നെറ്റ്ഫ്ലിക്സും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു സീരീസ് ആക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് പിന്നെ പൃഥ്വിരാജിന് കുറെ കമേഴ്ഷ്യൽ മൂവീസ് വന്നിട്ട് ഇതിന് സമയമില്ലാതെ ആയിപ്പോയി. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക ഇപ്പം. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിടത്തോളം ഒരു വലിയ ലെഗസി കീപ്പപ്പ് ചെയ്യുന്ന, അതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം തലയിൽ നിൽക്കുന്ന ഒരാളായി കാണേണ്ടതുണ്ട് രാജൻ പിള്ള സാർ. അദ്ദേഹമായിട്ട് എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 16 വയസ്സ്. അപ്പോൾ ശരിക്കും ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെ. എനിക്ക് തോന്നുന്നു എനിക്ക് രാഹുൽ ഗാന്ധിക്കും എല്ലാം സെയിം പ്രോബ്ലം ആണെന്ന്. പ്രോബ്ലം ഇതെടുത്ത് എല്ലാരും വിചാരിക്കുന്ന അച്ഛനെ പോലെയോ അപ്പൂപ്പനെ പോലെ എന്താ വരാത്തേന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ നോക്കുന്നത്. അച്ഛനെ പോലെ, അപ്പൂപ്പനെ പോലെ, ഏട്ടനെ പോലെ എല്ലാരും. അതുപോലെ എന്റെ അങ്കിളുണ്ട്, അച്ചാണി രവി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇന്ത്യയിലെ ടോപ്പ് ടാക്സ് പെയർ ആയിരുന്നു 2 വർഷം. ഏറ്റവും നല്ല സിനിമ ലോകത്ത് മുഴുവനും എടുത്തിട്ടുള്ള BBC ബെസ്റ്റ് അവാർഡ് വേൾഡിൽ കിട്ടിയത് കാഞ്ചന സീതയ്ക്കാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനെയും ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ ലെവലിൽ കൊണ്ടുവന്ന ഇദ്ദേഹം മാത്രമാണ്. അപ്പം ഇവരുടെ ഇടയ്ക്ക് താമസിച്ച് നമ്മളൊരു ലീനേജ് വരുമ്പോഴത്തേക്ക് എവിടെ ചെന്നാലും എങ്ങനെ ചെന്നാലും ആരെങ്കിലും ഒരാളുണ്ട് ഹൂസ് റിലേറ്റഡ്. ആദ്യമേ ചോദിക്കുന്ന ഇതാ. ഈ ഇടയ്ക്ക് രാജനായിട്ടാ ഏറ്റവും അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ ജീവിച്ചപ്പം അച്ഛൻ ലാർജസ്റ്റ് എക്സ്പോർട്ടറും ലാർജസ്റ്റ് ഇതാവുമ്പോൾ അച്ഛൻ്റെ മോനായിട്ടാ. ഇറ്റ്സ്
പോസിബിളി വെരി ഡിഫിക്കൾട്ട് നമുക്ക് ആ ഒരു ലെഗസി. ബിക്കോസ് നമ്മളുടെ ലൈഫ് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ, നമ്മളുടെ ഡിഫിക്കൽട്ടീസും നമ്മളുടെ ഷോർട്ട് കമ്മിങ്സും നമ്മളുടെ സ്ട്രെങ്സും, പിന്നെ നമ്മളുടെ വാസന. അപ്പൊ ഇതൊന്നും പറ്റാതെ ഒരു സിറ്റുവേഷനിൽ വന്ന് കിടക്കുമ്പോൾ ഹൗ ഡു യു റിലേറ്റ് ടു ഇറ്റ്, വാട്ട് ഡു യു ഡു, ഹൗ ടു ഡു ദാറ്റ് ഇസ് ദി ചാലഞ്ച്. അപ്പൊ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഫ്രം വെരി ബിഗിനിങ്. എന്തോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, രാജനെ പോലെ ബിസിനസ് ചെയ്യണോ, അച്ഛനെ പോലെ ബിസിനസ് ചെയ്യണോ, അതോ അപ്പൂപ്പനെ പോലെ. ഇതൊന്നും അല്ല, വി ഹാവ് ടു ഡെവലപ്പ് അവർ ഓൺ ബിസിനസ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ 30 വർഷം കഴിയും. ബിക്കോസ് ഇതെല്ലാം എക്സ്പെരിമെന്റ് ആരുടെയും സ്പേസ് അല്ല, എന്റെ ആരുടെ അല്ല. ഇത് അമിതാഭ് ബച്ചനെ പോലെ ആക്ട് ചെയ്യാൻ നോക്കിയാലോ അതോ മോഹൻലാലിനെ പോലെ ആക്ട് ചെയ്താലോ ഒരു ആക്ടർ ആവത്തില്ല. അതായത് വിജയ് യേശുദാസ് നന്നായി പാടുന്നുണ്ട്, പക്ഷെ വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വിജയെ കമ്പയർ ചെയ്യുന്ന അച്ഛനുമായിട്ടാണ്. ഇപ്പം നാളെ ഇപ്പം മോഹൻലാലിന്റെ മകൻ അഭിനയിക്കുമ്പോൾ അയാൾ നന്നായി അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബ്രെയിനിന് കമ്പയർ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. നേരെ ലാൽ സാറുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങേ കമ്പയർ ചെയ്യുന്നത് അപ്പൂപ്പനും അച്ഛനും ചേട്ടനുമായിട്ടാണ്. ഇവർ 3 പേരും ലോകത്തെ തന്നെ കീഴടക്കുകയാണ്. അതാ പ്രോബ്ലം. അപ്പൊ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ പോയി വലിയ വഴക്കുണ്ടാക്കുക. രാജനന്റെ മാർക്ക് ഷീറ്റും എൻ്റെ മാർക്ക് ഷീറ്റും കൊണ്ടുപോയി കാണിക്കും. രാജനൻ ടെന്നീസിൽ എവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ എന്താ എവിടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞാലും ഇവർക്ക് അപ്പോഴത്തേക്ക് രാജനൻ വാസ് ഫ്ലൈയിങ് ദ ഹോൾ വേൾഡ്. അപ്പം ഒരു കൊച്ചുകുട്ടി വന്ന് എന്തെങ്കിലും എല്ലാം പറയുന്ന പോലെയാണ്. നമുക്ക് ആ ഏജിൽ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. ദെൻ ഐ റിയലൈസ്ഡ് നമ്മൾ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് പാത്ത് ഉണ്ട്. വൺസ് യു ആർ ഏബിൾ ടു അഡാപ്റ്റ് ടു ദാറ്റ് പാത്ത്. അപ്പം ഞാൻ ഒരിടയ്ക്ക് ഏറ്റവും വലിയ കാറ്, ഏറ്റവും വലിയ ഹോട്ടൽ റൂംസ്, എപ്പോഴും ഫസ്റ്റ് ക്ലാസ് ഇൻ എയർക്രാഫ്റ്റ് അല്ലേ പോകത്തുള്ളൂ. ബിക്കോസ് അത് രാജനൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ അതനുസരിച്ചുള്ള ബിസിനസ് വരും എന്നാണ് നമ്മളുടെ വിചാരം. അപ്പം അത് സക്സസ്ഫുൾ ആയില്ല. അച്ഛൻ എന്നാ ഏറ്റവും ചീപ്പസ്റ്റ് ഡ്രസ്സാണ് ഇടുന്നത്, എപ്പോഴും എക്കോണമി ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ടോക്കിയോയിൽ വെച്ച് അച്ഛനും രാജനും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് രാജനൻ അന്ന് ഈ 48 hours ബിഫോർ ദി ഫ്ലൈറ്റ് നമുക്ക് ടിക്കറ്റ് റീകൺഫേം ചെയ്യണം. ഇപ്പൊ രാജനന്റെ ട്രാവൽ ഏജന്റ് ഫസ്റ്റ് ക്ലാസ് മാത്രം ബുക്ക് ചെയ്യുന്ന ട്രാവൽ ഏജന്റാ, സിംഗപ്പൂരിലെ ട്രാവൽ ഏജന്റ്. അപ്പൊ ഈ എക്കോണമി ക്ലാസ് ടിക്കറ്റ് വരുമ്പം ദേ ഇമ്മീഡിയറ്റ്ലി എക്സ്പെൻസ് രാജനൻ അങ്ങ് ഇടും, പക്ഷെ പുട്ട് ഇൻ ടു ദി ഫസ്റ്റ് ക്ലാസ് ഓഫ് JAL എന്ന് പറഞ്ഞ ജാപ്പനീസ് എയർലൈൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ഇട്ടു. അന്ന് വളരെ കുറച്ച് ഇന്ത്യൻസേ ഉള്ളൂ ഹു കുഡ് ട്രാവൽ ഇൻ ഫസ്റ്റ് ക്ലാസ്. അപ്പം അച്ഛനാണെങ്കിൽ അവിടെ ചെന്ന് എക്കോണമിയിൽ ക്യൂ നിന്നിട്ട് പിന്നെ അവർ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഫസ്റ്റ് ക്ലാസ്സിൽ കയറ്റി. ബിക്കോസ് അച്ഛൻ ഇസ് നോട്ട് യൂസ് ടു ദാറ്റ്. എന്തായാലും ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. അന്ന് റിച്ചസ്റ്റ് ഇന്ത്യൻ വാസ് ഡെംബോയിൻ്റെ ഓണർ. ഡെംബോ എന്നാ അവരുടെ സർനെയിം. അപ്പം ഹി വാസ് ഓൾസോ ഓൺ ദി ഫ്ലൈറ്റ്. അപ്പം ഇവർ രണ്ടുപേരും സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ഭയങ്കര സ്നേഹമായപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, മിസ്റ്റർ പിള്ളെ, യു മസ്റ്റ് ബി വെരി റിച്ച്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തിനാ ദാറ്റ് യു ആർ വെയറിങ് എ ഡ്രസ് വിത്ത് ദ സെയിം ക്ലോത്ത് ദാറ്റ് ഐ എം യൂസിങ് ആസ് എ നാപ്കിൻ? അതാ ക്വസ്റ്റ്യൻ. അച്ഛൻ തിരിഞ്ഞു, ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ്. അച്ഛൻ ഈഗോ ഇല്ലല്ലോ ഉടനെ ഈ ഡെംബോ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട്, I think I should also do things that I like. That was a revelation for him. അന്നത്തെ ഏറ്റവും എക്സ്പെൻസീവ് കോട്ടും എക്സ്പെൻസീവ് ഡ്രസ്സും എല്ലാം ഇട്ടുകൊണ്ട് he is already the richest man in India. ഈ 58 ഗോവ ഇന്ത്യയിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ടാ ഈ റിച്ചസ്റ്റ് പീപ്പിൾ എല്ലാം ഇന്ത്യയിൽ വന്നപ്പം ഇദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ കോൾ എക്സ്പോർട്ടർ ആയിരുന്നു ഫ്രം ഗോവ. അപ്പം അപ്പൊ അതൊരു ഗോവ പോണ്ടിച്ചേരി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു. പിന്നെ നമ്മള് ഈ സൈന്യം എല്ലാം പോകുന്ന പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഇവര് വന്നത്. ഇവര് പോർച്ചുഗീസ് ആയിരുന്നു. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്നാണ്. ദേ വേർ പോർച്ചുഗീസ്. അവരുടെ കൺട്രോളിലായിരുന്നു. അപ്പം അവര് സെപ്പറേറ്റ് ഒരു ഇതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത് ജോയിൻ ചെയ്തത് ഗോവ. അപ്പം ദി ഹോൾ അന്നത്തെ റിച്ചസ്റ്റ് പീപ്പിൾ എല്ലാം മാറി ഹി ബിക്കേം ദ റിച്ചസ്റ്റ്. അന്നത്തെ നമ്മുടെ റിച്ചസ്റ്റ് പീപ്പിൾ ഒക്കെ അന്ന് താമസിച്ചിരുന്ന ഗോവയിലാണല്ലേ? അല്ലല്ല, ഇദ്ദേഹം വാസ് സ്റ്റേയിങ് ഇൻ ഗോവ. അന്ന് ഈ ടാറ്റാസും ഇവരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഹി വാസ് റിച്ചർ ദാൻ ഓൾ ഓഫ് ദം.
അന്നത്തെ ഇത് ഈ ഗോവ ലയിച്ചപ്പം ഹി ബിക്കെയിം ദ റിച്ചസ്റ്റ് ഇന്ത്യൻ ആയിട്ട് വന്നതാ. അപ്പം പിന്നെ ദേ ബിക്കെയിം വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പം അച്ഛനാണെങ്കിൽ ഈസ് കംഫർട്ടബിൾ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പം അച്ഛനാണെങ്കിൽ ഇപ്പം ഈ കാഷ്യൂസ് വരുമ്പം ഈ ഉടുപ്പെല്ലാം ഊരി ആ കാഷ്യൂസിന്റെ മുകളിൽ കൂടെ നടക്കും. അപ്പോൾ ഒരാൾ മലേഷ്യയിൽ നിന്ന് ഒരാൾ വന്നു ഈ അച്ഛനെ കാണാൻ ഒരു ജോലിക്ക് വേണ്ടി. അപ്പം വന്നപ്പം അച്ഛൻ ഇതിന്റെ മുകളിൽ നടക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ മുതലാളിയെ കാണണം, കൂട്ടിയിട്ടേക്കുന്ന കശുവിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ നമുക്കറിയാം എത്ര ഡ്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ കിലുക്കം കേൾക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇന്നഫ് ഡ്രൈ ആയോ, അത് തിരിച്ചിടണോ. ഇപ്പൊ ഒരു ദോശ എടുത്ത് തിരിച്ചിടുന്ന പോലെ ഇത് തിരിച്ചിടണോ, അതിന് സമയമായോ എന്നെല്ലാം അറിയാം. ആ കിലുക്കം കേൾക്കുമ്പോൾ നമുക്കറിയാം നല്ല കാഷ്യൂസ് ആണോ ചീത്ത കാഷ്യൂസ് ആണോ എന്ന ഒരു ഇത്. ദാറ്റ് ഈസ് എ പ്രോസസ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് ചോദിച്ചു ഇങ്ങനെ മുതലാളിയെ കാണണം. അപ്പം അച്ഛൻ എന്തുവാന്ന് പറയാനായിട്ട്, എനിക്ക് നിങ്ങളുടെ അടുത്തല്ല പറയണ്ട, മുതലാളി ഒന്ന് പറ ഞാൻ സോൾവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പൊ അച്ഛൻ ഒന്ന് വെയിറ്റ് ചെയ്ത് അച്ഛൻ അകത്ത് ചെന്ന് ഉടുപ്പെല്ലാം ഇട്ട് റൂമിൽ ചെന്ന് ക്ലർക്കിനെ അയച്ച് വിളിച്ച്. ഇതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ റിയൽ ഇത് രണ്ടും വളരെ അച്ഛൻ്റെ നല്ല രസമായി. ഒരു ദിവസം പ്രേം നസീറും അച്ഛനും ട്രാവൽ ചെയ്യും. അന്ന് ആവ്രോ ഫ്ലൈറ്റ് മദ്രാസിൽ നിന്ന് ട്രാവൽ ചെയ്തപ്പം ഇവർ രണ്ട് നന്നായിട്ട് സംസാരിക്കുന്നു, ഭയങ്കര ഇതായിട്ട്. അപ്പം ലാൻഡ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റുമേ പ്രേം നസീർ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബിസിനസ്സാ, ഇങ്ങനെ കാഷ്യൂ ബിസിനസ്സാ ചെയ്യുന്നത്. എൻ്റെ പ്രേം നസീർ നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? പ്രേമനസീർ ഷോക്ക്ഡ്, ഒന്നും മിണ്ടിയില്ല. ലാൻഡ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് പ്രേംനസീർ ഞാൻ ഒരു ആക്ടർ അല്ല. അപ്പോഴേ അച്ഛൻ്റെ മനസ്സിൽ എന്തോ തെറ്റ് പറ്റിയല്ലേ. ഈ ഇദ്ദേഹത്തിന് വലിയ ഫേമസ് ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഷോക്ക് വന്നേ. സിനിമയൊന്നും കാണാറില്ല. സിനിമ അപ്പോഴത്തേക്ക് ബിസിനസ്സിൽ കയറിയപ്പോ പണ്ട് സത്യനെ വരെ അറിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങനെ സിനിമ കാണാറില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ പോസ്റ്റേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ദേ ബിക്കേം വെരി ഗുഡ് ഫ്രണ്ട്സ്. ഇത് നാനയിൽ അന്ന് പ്രേം നസീറിനെ എഴുതിയതാ. ദേ ബിക്കേം വെരി ഗുഡ്. ചിലപ്പം വീട്ടിൽ വരും, നമ്മള് കൊല്ലത്ത് വീട്ടിൽ വന്നിട്ട് ഹി ഈസ് സോ ഗുഡ് ദാറ്റ് കിച്ചണിൽ പോവും, എല്ലാവരും വന്നിങ്ങനെ ഒളിച്ചെല്ലാം വന്ന് നോക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇത്. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഈ തംസപ്പ് ഇവിടെ ലോഞ്ച് ചെയ്തപ്പം അച്ഛൻ പറഞ്ഞ് പ്രേം നസീർ വന്ന് ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന് ലോഞ്ച് ചെയ്ത്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു കവറ് ഇട്ട് പൈസ, ഈ ഫ്ലൈറ്റിന്റെ ടിക്കറ്റും കുറച്ച് പൈസ എല്ലാം കൊണ്ടുവരും. ചേട്ടൻ്റെ ഇന്ന് പൈസ മേടിക്കാനോ? ഐ വിൽ നെവർ ടേക്ക് എനി മണി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്. അപ്പം അങ്ങനത്തെ ബന്ധം. അപ്പം ദെൻ ഐ റിയലൈസ്ഡ് നമ്മളാവുമ്പം there is a beauty that people find. ആ ബ്യൂട്ടിയിൽ അറ്റാച്ച് ചെയ്യുന്ന is actually more important because you are comfortable in that space. ഒരു എലി ആനയെ പോലെ ബിഹേവ് ചെയ്താൽ ആന എലിയെ പോലെ ബിഹേവ് ചെയ്താൽ ഇറ്റ് ലുക്സ് ഓക്വേർഡ്. അപ്പൊ ആ സിറ്റുവേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇറ്റ് ആക്ച്വലി took me 30 years to understand it, that I have to അല്ല, സാറിന് കൺഫ്യൂഷൻ വരാൻ ഇതിന്റെ നേരെ കോൺട്രാസ്റ്റ് ആയിരുന്നു ചേട്ടൻ അല്ലേ? നേരെ കോൺട്രാസ്റ്റ്. ആൻഡ് രണ്ടുപേരും ഈക്വലി സക്സസ്ഫുൾ. അതായി കുഴപ്പം. രണ്ടും ശരിയാണ്. രണ്ട് ശരിയാ. അപ്പം രാജനൻ ഏറ്റവും നല്ല കോട്ട്. എവിടെ ചെന്നാലും യു വിൽ ഓൺലി സീ ഹിം വിത്ത് ദ ബെസ്റ്റ്. ലണ്ടനിൽ താമസിക്കുമ്പം അന്ന് പ്രിൻസ് ചാൾസും ഇന്നത്തെ രാജാവ് പ്രിൻസ് ചാൾസും ഡയാന ആയിരുന്നു ഏറ്റവും വലിയ സ്പെൻഡേഴ്സ് ഇൻ ദ കൺട്രി. അതിനേം കാട്ടിയും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു, വിച്ച് വാസ് രാജൻ പിള്ള, വിച്ച് വാസ് 11 million pounds a year. എന്റെ അമ്മേ. അപ്പൊ ആ ലെവലിലായിരുന്നു ദാറ്റ് ഹി വാസ് ലിവിങ്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ വരെ പറ്റത്തില്ല. അപ്പം ഈ കോർപ്പറേറ്റ് കിങ്സും ഈ പ്രസിഡൻസും എല്ലാം വരുമ്പം ഹി വാസ് ലിവിങ് എ ലൈഫ് വിച്ച് വാസ് അൺഇമാജിനബിൾ. അപ്പം ഒരു ദിവസം വിൻസെന്റ് ചേർച്ചിലിന്റെ നീസ് ഡിന്നറിന് വന്നു. അപ്പം വലിയ ഡിന്നറായിരുന്നു വീട്ടിൽ. അപ്പം എല്ലാവരും എവരിബഡിയും ഇമ്രാൻഖാൻ വാസ് സ്ഥിരം വിസിറ്റർ ടു ദി ഡിന്നേഴ്സും എല്ലാവരും ഓൾ ദി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഇന്ത്യൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാവരും. അപ്പം വിൻസെന്റ് നീസ് പറഞ്ഞിങ്ങനെ ഞാൻ കുറെ ഇന്ത്യൻ ഹൗസസിൽ പോയിട്ടുണ്ട്, ഇവർ ഈ ഡ്രോയിങ് റൂം മാത്രമേ നന്നാക്കി വെച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും കൊള്ളത്തില്ലായിരിക്കും എന്നെന്തോ ഷീ ഹിൻഡിഡ്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഭയങ്കര ചൂടാവുന്നതായിരുന്നു.
She got very angry. She said, now come to my bedroom and see my toilet. That is better than this. എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ രാജനൻ അപ്പ തൊട്ടേ വൈഫ് അന്ന് നീന പിള്ളയായിരുന്നു. അപ്പം മറ്റേ ഇപ്പം റോസ് ചേച്ചി ആയിരുന്നെങ്കിൽ ഷി വുഡ് ഹാവ് നെവർ ടോക്ക് ലൈക്ക് ദാറ്റ്. നീന ഗോപി ചേച്ചി കുറച്ചും കൂടി ഒരു ഈ അപ്പ് ഫ്രണ്ടും ഈ കൺഫെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ള ഇതായിരുന്നു. എന്നിട്ട് കൊണ്ടുപോയി എല്ലായിടത്തും കാണിച്ചു. ഇറ്റ് വാസ് ഈക്വൽ ആയിരുന്നു വെദർ ഇറ്റ് വാസ് ദി ബെഡ്റൂം of the servants to it, because he is used to using the best cutlery, the best. അല്ലോ നമുക്ക് മേടിച്ചോണ്ട് കൊണ്ടുവന്ന യു നോ ഇറ്റ് ഈസ് ഓൾറെഡി ദ ബെസ്റ്റ്, അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ദാറ്റ് വാസ് ഹിം. പക്ഷെ ഹി ഫൗണ്ട് ദറ്റ് ഔട്ട് വെരി ഈസിലി ഇൻ ഹിസ് ലൈഫ്. അത് വെച്ചിട്ടാ ദറ്റ് ഹി ആക്ച്വലി അദ്ദേഹത്തിന്റെ നെക്ലസ് കോർത്തെടുത്തത്. അച്ഛൻ ഈവൻ ദോ ഹി വാസ് ട്രാവലിംഗ്, ഒരു സമയത്ത് രാജനൻ ആ ഫസ്റ്റ് എസ് ക്ലാസ് ബെൻസ് അച്ഛന് മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിൽ ട്രാവൽ ചെയ്താലും വൺസ് ഹി വാസ് ഔട്ട്സൈഡ് ദ കാർ ഹി വാസ് എ കോമൺ പേഴ്സൺ, ബിക്കോസ് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരു ജോലിക്കാരൻ വന്ന് ഒരു കാര്യം ചോദിക്കുന്നതും അന്നത്തെ ചീഫ് മിനിസ്റ്റർ കരുണാകരൻ വന്ന് ചോദിക്കുന്നതും ഹി റിയാക്ട്സ് ദ സെയിം വേ. അത് അത്രത്തോളം റിയലിസ്റ്റിക്കായി ജീവിച്ച മനുഷ്യനായിരുന്നു. ഇരുത്തം. ഹി വാസ് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് പ്ലേസ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ആ കോൺഫിഡൻസാ എനിക്ക് തോന്നുന്നു എനിക്ക് രാഹുൽ ഗാന്ധിക്കും ഇല്ലാത്ത കോൺഫിഡൻസ് ദാറ്റ് വി ക്യാൻ ഡു വാട്ട് വി ആക്ച്വലി ഷുഡ് ബി. അതിൽ കംഫർട്ടബിൾ, അതിൽ വേണം ഗ്രോ ചെയ്യാനായിട്ട്, റാദർ ദാൻ വേറെ ഒരാളെ പോലെ ചെയ്യാനായിട്ടോ അവരുടെ പോലെ സംസാരിക്കാനായിട്ടോ ഒന്നും അല്ല. എവരിബഡി ഈസ് ഡിഫറെന്റ്. ആ ഡിഫറൻസിൽ നമ്മളിത് കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, അതായത് ഒരു മെയിൽ അയക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാലത്ത് കത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ? ആ കാലത്ത് പുറം രാജ്യങ്ങളിലേക്ക് കശുവണ്ടി കയറ്റി അയക്കാനും അവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ ഒരു ബിസിനസ് എംപയർ സൃഷ്ടിക്കാനും കഴിഞ്ഞത് ഈ ചെറിയ ഡ്രസ് ഇട്ട് വളരെ സിമ്പിളായി നിന്നിരുന്ന മനുഷ്യനാണ്. അല്ല, ഈ ലോകം മുഴുവൻ ലെഗസി. ടോക്കിംഗ് അബൌട്ട് സെല്ലിംഗ് ടു അമേരിക്ക, അവിടെ ഒരു ലീഗൽ സിസ്റ്റോ ഒരു പോലീസ് സിസ്റ്റോ എങ്കിലും ഉണ്ട്. ആഫ്രിക്കയില് ജംഗിൾസിൽ ചെന്ന് ഈ റോ കാഷ്യൂ നട്ട്സ് മേടിച്ച്, അന്ന് അവിടെ ലോറി ഉണ്ടെങ്കിൽ ഡീസൽ ഇല്ല, ഡീസൽ ഉണ്ടെങ്കിൽ വീലില്ലാത്ത വണ്ടികളാണ്. ഇതെല്ലാം കഴിഞ്ഞ് മേടിച്ച് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞുകൂടാതെ മേടിച്ച് പോർട്ടിൽ കൊണ്ടുവന്ന് ഷിപ്പില്ല, ഷിപ്പ് വരുത്തി ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്തിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ ആഫ്രിക്ക ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ദാറ്റ്. അവിടെ ഒരു കാർ എടുത്തുകൊണ്ട് പോകുമ്പം ഈ നമ്മള് പോണ്ട ദൂരം എന്താ 1200 കിലോമീറ്റർ അല്ല. ഇറ്റ് ഇസ് നോട്ട് റോഡ് ഇല്ലാത്ത സ്ഥലത്ത്. അവിടെ വല്ലതും ആയിപ്പോയാൽ യു ഹാവ് നോ ഐഡിയ. ലയൺ വന്ന് കഴിക്കുവോ അതോ പാമ്പ് വന്ന് കൊല്ലുവോ എന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എനിത്തിങ് ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട് വാസ് ദർ. ദാറ്റ് ഈസ് ആക്ച്വലി എൻ്റെ ഒരു അങ്കിള്. അപ്പം ഇവരെല്ലാവരും അന്ന് ഈ ആഫ്രിക്കയിൽ പോകുമ്പോൾ നമ്മൾ ആർമിക്കാരെ അയക്കുന്ന ഒരു ട്രങ്ക് ഉണ്ട്, അറിയാം, ഓർമ്മയുണ്ടോന്നുണ്ട്? പണ്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു വലിയ ആളിൽ ഒരു വലിയ ട്രങ്ക്, ഒരു അയേൺ ട്രങ്കില സാധനം കൊണ്ടുവരുന്നത്, ഒരു വലിയൊരു പെട്ടി, ഒരു വലുതായി ട്രങ്ക്. അത് വെച്ചിട്ട് and they go through the same rituals as a person going for a war, because തിരിച്ചു വരുമോ എന്ന് അറിഞ്ഞൂടാ. ഷിപ്പിലാണ് പോകുന്നത്, 3 മാസം എടുക്കും അവിടെ എത്താനായിട്ട്. എന്നിട്ട് യു ഷുഡ് റീച്ച് അറ്റ് ദി ടൈം. ഈ ഷിപ്പിലാ അപ്പോഴേ ഷിപ്പേ ഉള്ളായിരുന്നു ടു ആഫ്രിക്ക. ഷിപ്പിൽ പോയിട്ട് അവിടെ ഇറങ്ങി ഈ ലാംഗ്വേജ് അറിഞ്ഞുകൂടാതെ ക്യാഷ് കൊണ്ടു നടക്കണം. വേർ പീപ്പിൾ ക്യാൻ ആക്ച്വലി അറ്റാക്ക് യു ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ഇത് കൊണ്ടുപോയി ഫോറസ്റ്റിലേ ഉള്ളൂ കാഷ്യൂസ്. അവിടെ ചെന്ന് ഇവരെ മനസ്സിലാക്കി ഇത് സംഹരിച്ച് ഇത് അവിടെ ഉണക്കി ഇത് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ മരമാവും. ഈ സീഡ് നന്നായിട്ട് ഉണക്കിയില്ലെങ്കിൽ ഇവിടെ വന്ന് മരം. അത് അവരെ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ച് അവർക്ക് ഇന്നഫ് പൈസ കൊടുത്തിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് പോർട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ് ചെയ്ത് ഇത് അമേരിക്കയിലോട്ട്. അമേരിക്കയിൽ വെൻ യു ലാൻഡ് ദർ ഇസ് എ സിസ്റ്റം. ഇവിടെ ഒരു സിസ്റ്റം ഇല്ലാത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അന്നെല്ലാം ഒള്ളി
police was there only in the town that you land. ആ പോലീസ് വാസ് ഓൾസോ എക്സ്ട്രീംലി കറപ്റ്റ്. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം ഈ ഓരോരോ നാട്ട് രാജ്യങ്ങളും പോലത്തെ ആയിരുന്നു. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് അത് കാഷ്യൂസ് ഇൻഫെസ്റ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അമേരിക്കയിൽ എത്തിച്ച് അത് അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഈ ലണ്ടനിലെല്ലാം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാഷ്യൂസ് കൊണ്ടുവരാൻ പറയും. അപ്പം അവർ കേട്ടിട്ടില്ല വാട്ട് കാഷ്യൂസ് കേട്ടില്ല. അപ്പം ഷെഫിനെ ഒന്ന് വിളിക്കാമെന്ന് ചോദിക്കും. എന്നിട്ട് കുറച്ച് കൊടുക്കും കഴിക്കാനായിട്ട്. എന്നിട്ട് അയാളെ കൊണ്ട് പതുക്കനെ ഒരു ഓർഡർ ഫിക്സ് ചെയ്തിട്ടാ ഈ പതുക്കനെ ഇന്ന് ലോകത്ത് എവിടെ ആരത്ത് പോയി ചോദിച്ചാലും കാഷ്യൂസ് അറിയാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അത്രയും ഒരു സക്സസ്ഫുൾ. കാഷ്യൂ ഇത്ര രുചികരമായ ഒരു കഴിക്കാവുന്ന ഒരു കാര്യമാണെന്ന് ലോകത്തിന് അറിയില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാഷ്യൂ ആർക്കും അറിഞ്ഞോളാത്ത ഒരു കാര്യമായിരുന്നു. അത് ഇത്രയും ഫേമസ് ആക്കിയതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വാസ് മൈ അച്ഛൻ. അത് കോംപ്ലിമെന്റ് ചെയ്ത രാജനന്ന. ഈ ഫസ്റ്റ് ആയിട്ട് അവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് കമ്പനി എടുത്ത് പോയി പറഞ്ഞ ഈ കാഷ്യൂസ് നമുക്ക് റോസ്റ്റ് ആൻഡ് സോൾട്ട് ചെയ്യാം, അത് മാർക്കറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി. കാഷ്യൂസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആൽമണ്ട്സും പീനട്ട്സും കാഷ്യൂസും കൂടെ ഒരു ടിന്നി ഇട്ടിട്ട് ദേ സ്റ്റാർട്ടഡ് സെല്ലിങ് ഇറ്റ്. അപ്പം അവരുടെ റിസർച്ച് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു ആ ടിന്നിൽ ആദ്യമേ തീരുന്ന കാഷ്യൂസാണ്, പിന്നെ ഉള്ള ആൽമണ്ട്സും പിസ്താഷ്യൂസും. ദെൻ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം എല്ലാ നട്ട്സും എടുത്ത് വെക്കും ഓരോരോ ജാർസിൽ. വി ഫൗണ്ട് ഔട്ട് ദാറ്റ് 7 തവണ കാഷ്യൂസ് തീരുമ്പോഴോ 1 തവണ ആൽമണ്ട്സ് തീരുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുക നമ്മളെ പാർട്ടീസിനെല്ലാം. ഇത് അവരുടെ അടുത്ത് പറഞ്ഞ് അവിടുത്തെ ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ റിസർച്ച് ചെയ്യിപ്പിച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞ് ഇത് ചെയ്തിട്ടാ ടുഡേ വാട്ട് യു കോൾ എസ് കാഷ്യൂ നട്ട്സ് ലോകത്തെല്ലാം അറിയാവുന്ന ആർക്കും തന്നെ. നമ്മളെ കൊല്ലത്തും ഗോവയിലും എല്ലാം റോഡ് സൈഡിൽ കാശിനെട്ടിന് പറഞ്ഞുകൊണ്ട് വിറ്റുകൊണ്ടിരുന്ന ഒരു കാര്യമായി കാഷ്യൂനട്ടായിട്ട്. കാശിനെട്ട് അതാ ഈ സായിബ്മാര് കാഷ്യൂനട്ട് ആക്കിയത്. ഞാനിപ്പോ അതറിയില്ല ഇത് എത്ര വില എന്താന്ന് ചോദിച്ചപ്പോ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചപ്പോ കാശിനെട്ട് എന്ന് പറഞ്ഞതാണ് കാഷ്യൂനട്ട്. ഇന്ത്യയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാഷ്യൂ ഉപയോഗിക്കുന്നത്. ആണ് ഇന്ത്യ ഇപ്പം ഏറ്റവും വലിയ മാർക്കറ്റ് ഓഫ് കാഷ്യൂസ്. ഇന്ന് എല്ലാ സെക്രട്ടേറിയറ്റിലും എല്ലാ ജില്ലയിലും ചായ കുടിക്കുന്ന കുറച്ച് കാഷ്യൂസും കൂടെ വെച്ച്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഹാസ് ആക്ച്വലി പെനിട്രേറ്റഡ്. വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് മാർക്കറ്റ് വാസ് ഇന്ത്യ ബിക്കോസ് ഏറ്റവും വലിയ എക്സ്പെൻസീവ് സാധനം. അങ്ങനെ ഒരു ബ്രാൻഡ് കാഷ്യൂ എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയ ആളുടെ മകൻ ബ്രിട്ടാനിയ എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയത് അതിശയിക്കേണ്ടത് ഒരിക്കലും അതിശയിക്കില്ല. മറ്റേത് എന്റേതാണ്. ഒരു സാധനം സതീശേ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാഷ്യൂ എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് അറിയില്ല. ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇത് ചിലപ്പോൾ സ്വയം തിന്ന് കാണിക്കണം, എന്നിട്ട് വേറെ തിന്നുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ. അവിടുന്ന് ഉണ്ടാക്കിയ ഒരു മാർക്കറ്റാണ്. അതെ. ഈ രാജ്മോഹൻ സാർ പറഞ്ഞ 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുത്തച്ഛൻ അച്ഛൻ്റെ ഈ സ്വഭാവം കണ്ടിട്ടായിരിക്കും മകളെ കെട്ടിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ആ സമയത്ത് അച്ഛന് ഇതിനെ മുഴുവൻ വ്യാപിപ്പിക്കാൻ പറ്റി. ഇതിനെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് ടൈപ്പ് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയത് പേസിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും. അപ്പൊ ഈ 2 സാധനം ഒബ്സർവ് ചെയ്ത്. അല്ല, ഈ രാജൻ പിള്ള സാറ് കാഷ്യൂവില് താല്പര്യമില്ലായിരുന്നോ? അല്ല, അപ്പം ഇതിന്റെ ഒരു കാര്യം ഇതായിട്ട്, അച്ഛൻ കംസ് ഫ്രം എ വെരി പുവർ ഫാമിലി. അച്ഛൻ വാസ് ഫാമറായിരുന്നു. അപ്പം അച്ഛൻ 4ാം ക്ലാസ് തൊട്ട് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ കൂടെ, എൻ്റെ അപ്പൂപ്പന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ. അപ്പം 4ാം ക്ലാസ്സിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് സൈക്കിൾ ഓട്ടി എല്ലാ ഫാക്ടറിയുടെ കണക്കെടുത്ത് അപ്പൂപ്പന് കൊണ്ടൊന്ന് കൊടുത്തിട്ട് അവിടെ തന്നെ താമസിച്ച്. കൃഷ്ണപിള്ള. അപ്പം എൻ്റെ അമ്മയുടെ അച്ഛൻ അങ്ങനെ തുടങ്ങിയ ആളാ. അപ്പം അച്ഛൻ്റെ 2 ബ്രദേഴ്സിനും കൂടെ ഇവിടെ വന്ന് താമസിക്കാം, ഫുഡ് കിട്ടും, ഈ സ്കൂളിന്റെ ഫീസ് എല്ലാം കിട്ടും. അങ്ങനെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയതാ. അത് അപ്പൂപ്പന് ഇഷ്ടമായോണ്ട്, നന്നായിട്ട് ജോലി ചെയ്യുന്നോണ്ടാ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, എൻ്റെ മോളെ നീ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഏത് മോളാന്ന് പറഞ്ഞത്, അവിടെ 6 കുട്ടികളുണ്ട്, 6 പെണ്ണുങ്ങളുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ യങ്ങസ്റ്റാ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഡ്രീം ചെയ്യാൻ തുടങ്ങി. എന്നാൽ വൺ ഓഫ് ദി അഗ്ലിയസ്റ്റ് ഇസ് എൻ്റെ അമ്മ.
എൻ്റെ അമ്മയ്ക്ക് അപ്പൂപ്പൻ ഡിസൈഡ് ചെയ്ത് കല്യാണം കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ അപ്പം നമ്മുടെ അപ്പൂപ്പൻ ഡിസൈഡ് ചെയ്ത പിന്നെ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ, അപ്പീലോ വേറെ ഒന്നുമില്ല. ഈ ഇത് കാർഡ് പ്രിന്റിങ്ങും കല്യാണം എല്ലാം അറേഞ്ച് ചെയ്യുന്ന അച്ഛനാണ് മാനേജർ, അച്ഛൻ തന്നെ. അപ്പൊ ഞങ്ങൾക്കൊരു ഇതുണ്ട് നായേഴ്സിന്, ആ അമ്മയുടെ പെണ്ണിന്റെ ബ്രദർ വന്ന് നമ്മളുടെ കാല് കഴുകി ഇൻവൈറ്റ് ചെയ്യണം. അതൊരു ചടങ്ങാ. അപ്പൊ അച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഉടുപ്പെല്ലാം ഇട്ടോണ്ട്. ആരും വരുന്നില്ല. He has not told his to be brother-in-laws ഈ ഒരു കല്യാണത്തിന്റെ ഇവന്റ് മാനേജർ അച്ഛൻ തന്നെ, അച്ഛൻ തന്നെ. അതുകൊണ്ട് he didn't tell anybody. അതുകൊണ്ട് ആരും വന്നില്ല. ഒടുക്കം നടന്നുപോയി കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബിക്കോസ് ഹി വാസ് ഗുഡ് ഇൻ ഹിസ് വർക്ക്, അപ്പൂപ്പൻ ഡിസൈഡ് ചെയ്ത് അച്ഛനെ തന്നെ ആക്കണം. പക്ഷേ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട് കെട്ടിച്ചു. ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു കല്യാണത്തിന് ഞാൻ ഇപ്പൊ ആ ഒരു സമയത്ത് ഒരു സൂപ്പർ റിച്ച് ആയിരുന്ന ഒരാളാണ്, സൂപ്പർ റിച്ച് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? ബിക്കോസ് അപ്പൂപ്പനെ അറിയായിരുന്നു ദാറ്റ് ഈ ബിസിനസിന്റെ അത്രയും പൈസ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ആൻഡ് ഹി ഹാസ് എ ബിസിനസ് മൈൻഡ്. ആ സെൻസ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതും പിന്നെ സ്വഭാവ ഗുണവും തിരിച്ചറിഞ്ഞു. ഏറ്റവും വലിയ മണ്ടത്തരം പിന്നെ അച്ഛൻ കാണിച്ചത് ഈ കുറച്ചും കൂടെ ഈ ഫാമിലി ഇതുമെല്ലാം നോക്കി അച്ഛൻ കല്യാണം കഴിപ്പിച്ച. അപ്പൂപ്പൻ ഹാഡ് ദറ്റ് ആ ബിസിനസ്സിലോട്ട് ആ നോട്ടം. അച്ഛൻ കല്യാണം കഴിച്ചിട്ട് ഹീ ടുക്ക് ഓവർ ദ പ്ലേസ് ഓഫ് മൈ അപ്പൂപ്പൻ. സോ ദാറ്റ് ഈ ബാക്കി ബ്രദേഴ്സിനെ എല്ലാം ശരിക്കും കൊണ്ടുവരാനും അവരുടെ ബിസിനസ്സസ് എല്ലാം കറക്റ്റായിട്ട് നടത്താനായിട്ടും അവരുടെ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ടോ ലീഗലായിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട്, ആ ഹോൾ ഇൻഡസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പൂപ്പൻ കഴിഞ്ഞിട്ട് അച്ഛനാ ടുക്ക് ഓവർ ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അതും കൂടി റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് ഒരു കമ്പനി ഓൺ ചെയ്തിരുന്നില്ലേ? കല്യാണം കഴിച്ചപ്പോ ഒരു ഫാക്ടറി കിട്ടി. പക്ഷേ എല്ലാവർക്കും ഈ അപ്പൊ അവരുടെ ഡിവിഷൻ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ആരും ഡിസൈഡ് ചെയ്തില്ല. എല്ലാവരും പറയുന്നത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. എല്ലാവരും ആ ജസ്റ്റ് ഈ ഇമാമനാണെങ്കിലോ KG എല്ലാവരും ഇസ് ജസ്റ്റ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ദേ ക്യാൻ ഡു their role in life. അപ്പോൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത ഈ ഡോട്ടേഴ്സിൻ്റെ ഹസ്ബൻഡ്സാണ്. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മതി എനിക്ക്, ബിക്കോസ് ഹീ ഈസ് ദ കാർണവറോ വാട്ട് എവർ അന്നത്തെ സിറ്റുവേഷൻ ഓഫ് ദാറ്റ്. അപ്പം ഇവർക്കൊന്നും ഈ ഇൻഹെറിറ്റഡ് വെൽത്തിലോട്ടൊരു വിചാരമില്ല. വാട്ട് വി വിൽ ഡു ഇൻ ദ ഫ്യൂച്ചറിന് മാത്രമേ ഉള്ളൂ അവരുടെ വിചാരം. കമ്പയർഡ് ടു ഈ പൈസ വെച്ച് ജീവിക്കണം എന്നുള്ള ഒരു ഇമാജിനേഷനെ ഇല്ല. അതൊരു ഭയങ്കര നല്ല കാര്യമല്ലേ? നല്ല കാര്യം. അതായത് അച്ഛനോ അപ്പൂപ്പനോ ഉണ്ടാക്കിയതല്ല, അല്ല, ഐ ക്യാൻ ഡു മോർ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്. ഓൾ ദ ചിൽഡ്രൻ ഓഫ് അപ്പൂപ്പൻ വാസ് ഈക്വലി കോൺഫിഡൻറ്റ്. ഈക്വൽ ആയിരുന്നു. അവർക്കൊന്നും എല്ലാവരും നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളത് തന്നാൽ മതി. അവിടെ ഒരു പേരന്റിങ്ങിന്റെ പ്രത്യേകത ആയിരിക്കാം. ആ ഒരു ഫീലിംഗ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളെയാണല്ലോ നമ്മൾ കാണുന്നത്. കാരണം ഈ ലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന വെണ്ടർ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറയാം, വെണ്ടർ മുക്കെന്ന് ഞാൻ ഈ ഇന്ത്യയുടെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ, ഒരു ഡീല് നടത്തിയതിന് ശേഷം ആ ഡീലിന്റെ 1/3 ഓഫ് ദ ലാൻഡ് കൂടി മേടിച്ചുകൊണ്ട് ഒരു ലാൻഡ് നടത്തുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് എൻഡയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ എന്ന് വെച്ചാൽ വെണ്ടർ ബുക്കിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു വെൽത്തിരിച്ചായ ആൾക്കാർ പറഞ്ഞാൽ അനുസരിക്കുക, അല്ലാണ്ട് വേറെ ശരിയുമായിരുന്നു. അവരുടെ കാൽക്കുലേഷൻസ് ശരിയായിരിക്കും, അവരുടെ നിലപാടുകൾ ശരിയായിരിക്കും, അവരൊരിക്കലും ബയസ്ഡ് ആവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓക്കെ. നമ്മളിപ്പം രാജ്മോഹൻ പിള്ളയുടെയും രാജൻ പിള്ളയുടെയും ജനാർദ്ദനൻ പിള്ളയുടെയും അദ്ദേഹത്തിന്റെ അച്ഛൻ വെണ്ടർ എന്താണ് അദ്ദേഹത്തിന്റെ കൃഷ്ണപിള്ളയുടെ ഒക്കെ നമ്മളിങ്ങനെ കഥ പറയുമ്പോൾ അതായത് സിനിമാ കഥയേക്കാൾ വലിയ സിനിമാ കഥ ഇവിടെ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇതൊരു ലെഗസി കീപ്പപ്പാണ്. ലെഗസി കീപ്പപ്പ് ചെയ്യുന്നതിന് ഇപ്പം അങ്ങയുടെ മക്കളും ഒക്കെ ആയി ലെഗസി കീപ്പ്, എങ്കിലും ആ ലെഗസി കീപ്പപ്പ് ചെയ്യുന്ന ഒരു വിസിബിൾ ഫേസ് അങ്ങയുടേതാണ്. ഈ യാത്രയിൽ വിജയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ പരാജയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ ഞാൻ വരുത്തില്ലായിരുന്നു അൺടിൽ 18 വയസ്സിൽ എനിക്ക് ഈ ലൈബിലിറ്റീസ് അച്ഛനൊരു നഷ്ടം വന്നായിരുന്നു. അപ്പം അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ. അന്ന് ടാറ്റാസുമായിട്ട് ടൈപ്പ് ചെയ്ത് 5 സ്റ്റാർ ഹോട്ടൽസ്, ഇപ്പം യൂസുഫ് അലി ഹോട്ടലെല്ലാം ഉണ്ടാക്കുന്ന പോലെ 5 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാക്കി, ഷിപ്പ്
ഷിപ്പിങ്ങിലുണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മളില്ലാത്ത ഒരു കാര്യം ലെതർ എക്സ്പോർട്സിലുണ്ടായിരുന്നു, മെഡ്രാസിൽ നിന്ന് ഗോവയിൽ ഷിപ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ആൾക്ക് നഷ്ടം വന്നപ്പോഴത്തേക്ക് 9 വർഷത്തോളം ഏതാണ്ട് എന്റർപ്രണർ അവാർഡ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആണ് ബെസ്റ്റ് എക്സ്പോർട്ട് അവാർഡ്. ആൻഡ് ബൈ ഫാർ അന്ന് ഈ എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞ ഒരു വാക്കൊന്നും ഇല്ലായിരുന്നു അവാർഡ്സ് കൊടുക്കാനായിട്ട്. മുതലാളി അത്രേ ഉള്ളൂ, മുതലാളി എന്നായിരുന്നു പേര്. ആൻഡ് നമ്മൾ അന്ന് ഈ അസോസിയേഷൻ അദ്ദേഹത്തിന്റെ ലോയർ ആരായിരുന്നു ചോദിച്ചാൽ നരിമാനും നാണി പാൽക്കിവാലെ. ഇന്നത്തെ ഇപ്പൊ റിലയൻസിന്റെ ലോയേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ അദ്ദേഹം 1900 ഇന്ദിരാഗാന്ധി യൂസ് ടു കം ടു ഹിസ് ഹൗസ്. ഇവിടെ വരുന്നത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഒരു പേപ്പർ തുടങ്ങിയിട്ടുണ്ട്, കേരളപത്രിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അവിടെ പോകുമ്പം CM സ്റ്റീഫൻ ആണെങ്കിൽ പാർലമെന്റിൽ ഹി വാസ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാ ഒരു മുതലാളിയുടെ കാർ ഉപയോഗിക്കുന്ന സെൻട്രൽ പാർലമെന്റ് ഇതായിട്ട് കാർ ഉപയോഗിക്കുന്ന ഇൻ ഡൽഹിന്ന്. അപ്പൊ CM സ്റ്റീഫൻ പറഞ്ഞ എനിക്ക് വേറെ ആരും തരുന്നില്ല, ഐ നീഡ് എ കാർ, എന്റെ ഫ്രണ്ടാ എനിക്ക് കാർ തന്നിരിക്കുന്നത്, ഐ യൂസ് ദാറ്റ് കാറിന്. ഹി ബിക്കെയിം ദ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഓഫ് ദി കൺട്രി. അന്ന് അച്ഛനെ ആ ഫസ്റ്റ് ഫോം വിളിച്ചു ചോദിക്കുന്നത് എങ്ങോട്ടാ ഫസ്റ്റ് IST കോള് വേണ്ടേന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞ എൻ്റെ മോൻ സിംഗപ്പൂരിലുണ്ട്, സിംഗപ്പൂരിലോട്ട് സ്റ്റാർട്ട് ചെയ്യാവോ എന്ന് പറഞ്ഞ് ഹി സ്റ്റാർട്ടഡ്. അപ്പം ആ ബന്ധങ്ങള് ഈ CM സ്റ്റീഫൻ വാസ് ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ ലീഡർ ആയിരുന്നു കാഷ്യൂസിന്റെ. പക്ഷേ ഇവർ രണ്ടും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, ദേ വർ വെരി ഗുഡ് ഫ്രണ്ട്സ്. പക്ഷേ വർക്കിന്റെ സമയത്ത് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു, ദേ വർ ഫൈറ്റിംഗ് ലൈക്ക് ഡോഗ്സ് പോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ രണ്ടുപേരും റെസ്പെക്റ്റഡ് ഈച്ച് അതർ. അതാ ഡിഫറൻസ് ദാറ്റ് ആക്ച്വലി ഹാപ്പൻസ്. അപ്പൊ ഇവർക്ക് ഇന്നേർട്ടായിട്ടൊരു ഇഷ്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് ബോത്ത് ഓഫ് ദം ഗ്രൂ ടുഗദർ. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ നേരത്തെ മരിച്ചുപോയി പോയണ്ട് ഹിസ് ഹോൾ കരിയർ വാസ് കട്ട് ഷോർട്ട്. അപ്പൊ അങ്ങനത്തെ ഒരാള് ആയിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ അന്നത്തെ ഏറ്റവും ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആയിരുന്നു. അപ്പം അന്ന് ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ USSR ആയിരുന്നു. ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റഷ്യയുടെ ലാർജർ ഫോം ആയിരുന്നു. അപ്പം നമ്മളുടെ ഏറ്റവും കൂടുതൽ ആംസ് സപ്ലൈസ് റഷ്യ ആയിരുന്നു. അതുകൊണ്ട് വി ഹാഡ് എ ലോട്ട് ഓഫ് മണി ടു ഗിവ് ഇറ്റ് ടു ദം. അപ്പം നമ്മളുടെ കമോഡിറ്റീസ് ചായ, കാപ്പി, കാഷ്യൂസ് എല്ലാം വാസ് ബീങ് ബോട്ട് ഓവർ ബൈ USSR ഫോർ ദെയർ യൂസ്. അതനുസരിച്ചായിരുന്നു ബിസിനസ് പോകുന്നത്. നമുക്കൊരു ട്രേഡ് വാർ വന്നു ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USSR. അതുകൊണ്ട് USSR സഡൻലി സ്റ്റോപ്ഡ് ബൈയിങ് ഓൾ കമോഡിറ്റീസ് ഫ്രം ഇന്ത്യ. അപ്പൊ ഇപ്പോഴത്തെ ടാരിഫ്, പക്ഷെ ഇപ്പൊ ടാരിഫെങ്കിലും ഉണ്ട്, മറ്റേത് ദേ ജസ്റ്റ് സ്റ്റോപ്ഡ്. അതുകൊണ്ട് ദ കമോഡിറ്റി പ്രൈസസ് ജസ്റ്റ് ഫെൽ. ഇത് ഈ ഒരുപാട് കമ്മോഡിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അല്ല, നമ്മൾ കാഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ചായ എല്ലാവരും പൊട്ടിപ്പോയി ആ സമയത്തുള്ള എല്ലാവരും, ബിക്കോസ് ദ വേൾഡ് പ്രൈസസ് ജസ്റ്റ് ഫെൽ. അപ്പം ഒരു 50% അന്ന് 16 കോടി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരാളെ ഉള്ളായിരുന്നു സൗത്ത് ഇന്ത്യയിൽ, വിച്ച് വാസ് മൈ ഫാദർ. അതെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ വി ആർ ടോക്കിംഗ് അബൌട്ട് 1982. അന്ന് ഞാൻ എപ്പോഴും പറയാം, അന്ന് 1 ലക്ഷം രൂപയായിരുന്നു ഈ ലോട്ടറി ടിക്കറ്റിന്റെ ഫസ്റ്റ് പ്രൈസ്. അതിനു വേണ്ടി സിനിമയുണ്ട്, ഉമറും പ്രേമനസീറും കൂടെ ഫൈറ്റ് ചെയ്ത് 5-6 പേരെ കൊന്ന ആ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. ആ സമയത്ത് 40 കോടിയായിരുന്നു ലയബിലിറ്റി. അന്ന് ഞാൻ 18 വയസ്സ്. അപ്പം ഫ്രം ബീങ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ബോയ്സ് ഇൻ ഇന്ത്യ, അന്ന് 40 കോടി. എന്നിട്ട് 55 ലക്ഷമായിരുന്നു ഒരു മാസം ഇൻട്രസ്റ്റ് മാത്രം പേയ്മെന്റ്. നിങ്ങളിപ്പോ EMI എല്ലാം പറയുന്ന അന്നത്തെ 55 ലക്ഷം എന്ന് വെച്ചാൽ ലോട്ടറി ജയിച്ചാൽ 1 ലക്ഷം കിട്ടത്തുള്ളൂ. 55 ലോട്ടറി വേണം, 55 എല്ലാ മാസവും ജയിക്കണം, എന്നാലേ ഇൻട്രസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞ് അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഹി വാസ് ഇൻ ദി ICU. എത്ര വയസ്സാണ്? 18 വയസ്സ്. 1982 ഞാൻ ജനിച്ചിട്ട്. അതാ കറക്റ്റ്. അപ്പം നിങ്ങളെല്ലാരും അപ്പം ജനിച്ചേ കാണത്തില്ല. അപ്പം ആ സമയത്ത് ഈ ലയബിലിറ്റി വന്നപ്പം ബാങ്കുകാർ വന്നു, അൺലെസ് എൻ്റെ ചേട്ടൻ അങ്ങ് ഫോറിനിലായിരുന്നു, അൺലെസ് ഐ ഓൾസോ സൈൻ ഓൺ ദി ഗ്യാരണ്ടി ദേ വിൽ നോട്ട് ബി ഏബിൾ ടു റീഫൈനാൻസ്. നമുക്ക് ഇത് ഓൺ ഗോയിങ് എല്ലാ ശനിയാഴ്ചയും വേജസ് കൊടുക്കണം, ആ നിന്നുപോയാൽ ഒന്നും നടക്കത്തില്ല. അപ്പം ആ സിറ്റുവേഷൻ സ്റ്റോക്ക് ഉണ്ടാവില്ലേ?
സ്റ്റോക്കിന്റെ പ്രൈസസ് അങ്ങ് കുറഞ്ഞു. ഈ ഫുഡ് മെറ്റീരിയലിന്റെ ഏറ്റവും വലിയ കുഴപ്പം അധികം കാലം വെക്കാൻ പറ്റില്ല. യു ഹാവ് ടു സെൽ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ ഫിക്സ്ഡ് ഒരു സാധനമല്ല. അപ്പം ഈ അപ്പോഴത്തേക്ക് ഈ ബയേഴ്സ് അമേരിക്കയിലായിരുന്നു സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ബയേഴ്സ്. അവർക്ക് അറിയായിരുന്നു അവർ ഹോൾഡ് ചെയ്ത ഈ പ്രൈസസ് കുറയും, ലോവർ പ്രൈസിന് മേടിക്കാമെന്ന്. നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് എല്ലാം സ്റ്റാർട്ടഡ് സെല്ലിങ് ദ പ്രൈസ് അറ്റ് ദ ലോവർ പ്രൈസസ്. അമേരിക്കക്കാർ കൊടുത്തു തുടങ്ങി. അപ്പൊ നമ്മളുടെയും പ്രൈസസ് കുറഞ്ഞ് പിന്നെ ഒരു മേഘമായിരുന്നു. അച്ഛനും ഇല്ലായിരുന്നു, അതുകൊണ്ടൊരു കട്ടെടുക്കാൻ പറ്റുന്ന ആളുകളെല്ലാം മരിച്ചു. ഇല്ല, അച്ഛൻ വെന്റ് ഇൻ ടു ദി ICU ഫോർ ഓൾമോസ്റ്റ് 4 months. അത് കഴിഞ്ഞ് കുറച്ചു കാലം വന്ന് വർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രോക്ക് വന്നു. then he couldn't come to the office. അപ്പം പക്ഷേ more important was അന്ന് I was forced to become full time into the business. അപ്പം അന്ന് ഞാൻ പഠിച്ചിരുന്ന BCom ആയിരുന്നു, ഫസ്റ്റ് ഇയർ ഇൻ BCom ആയിരുന്നു. അപ്പം അന്ന് കമ്പനി ലോ കേസസ് 40 ഉണ്ടായിരുന്നു. ടോട്ടലായിട്ട് 175 ലീഗൽ കേസസാണ്. അത് സുപ്രീം കോർട്ട് തൊട്ട് ലോവസ്റ്റ് ലെവൽ വരെ. ലേബറും എല്ലാം സെയിം പ്രോബ്ലം. അപ്പം ഞാൻ പഠിക്കുന്നത് തന്നെയായിരുന്നു ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്. പക്ഷെ പഠിക്കുന്ന ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതായിരുന്നു എന്റെ വ്യത്യാസം. പുസ്തകവും റിയാലിറ്റി ആയിട്ട് there was no relationship. അതിന്ന് പിന്നെ പതുക്കെ കര കയറി അല്ലേ? അതിന്ന് 27 വർഷം എടുത്തു അതിന്റെ സ്ലോ ആയിട്ട് ഒരു പ്രോസസ്. അപ്പൊ അന്നാ എനിക്ക് മനസ്സിലായ ഞങ്ങളുടെ ടോട്ടൽ അസറ്റ്സ് അന്ന് 3.5 കോടിയായിരുന്നു. നെഗറ്റീവിൽ നിന്ന് സീറോയിലെത്താൻ 27 വർഷം. 3.5 കോടിയായിരുന്നു ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് ഓഫ് എ വെരി റിച്ച് മാൻ. വൺ ഓഫ് ദി റിച്ചസ്റ്റ് മെൻ ഇൻ ഇന്ത്യയുടെ അസറ്റ് 3.5 കോടി രൂപയാണ്. അതെ അന്നത്തെ 3.5 കോടി. പക്ഷെ ലൈബിലിറ്റി 40 കോടി രൂപ. അടിപൊളി. എന്നിട്ട് അതിനെക്കാട്ടി രസം എന്താ വെച്ചാൽ ഈ അസറ്റ്സ് ഒന്നും വിൽക്കാനും പറ്റത്തില്ല, എല്ലാം അറ്റാച്ച്ഡ്. ഇത് വരാൻ കാരണം നമ്മുടെ അസറ്റ് എല്ലാം ഉണ്ട്, എല്ലാം അറ്റാച്ച് ചെയ്ത്. അപ്പൊ ഞാൻ പോകുന്ന കാറ് വരെ അറ്റാച്ച്ഡ്. അപ്പം എല്ലാരും ചോദിക്കും എന്താ നിങ്ങൾ കാറ് മാറ്റാത്തത്? എസ് ക്ലാസ് ബെൻസിലാ ഈ ഇത് പോകുന്നത്. ആ കാർ എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല, പുതിയ കാർ മേടിക്കാൻ പൈസ ഇല്ല. എന്റെ വീട് വിൽക്കാത്തത്. സാധാരണ ആളുകൾ അങ്ങനെ വീട് വിറ്റിട്ട് ലൈബിലിറ്റി പേ ചെയ്തുകൂടെ എന്നാണ്. അവർക്ക് ഈ 40 കോടി എന്ന ഒരു ഫിഗർ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുന്ന ആളുകളല്ല. വീട് നല്ല വീട്, അത് വിറ്റാ കുറെ പൈസ കിട്ടുമല്ലോ, എന്നിട്ട് ഈ ലൈബിലിറ്റി വീട് വിൽക്കാൻ പറ്റത്തില്ല, കാറ് വിൽക്കാൻ പറ്റില്ല, ഒന്നും നമ്മളെ ശരിക്കും ഈ ലൈബിലിറ്റി വരുമ്പോൾ ഒരു ചെയിനി ഇടുന്ന പോലെയാ. എന്നിട്ട് പറയും നിങ്ങൾ ലൈബിലിറ്റി പേ ചെയ്യാനായിട്ട്. എങ്ങനെ ലൈബിലിറ്റി പേ ചെയ്യേണ്ടതെന്ന് നോബഡി. ബാങ്കാണ് ആദ്യം തലക്കടിക്കുന്നത്. അവർ നമ്മൾ ബാങ്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോ അംബ്രല്ല, മഴ ഇല്ലാത്തപ്പോ അംബ്രല്ല വരും, മഴ പെയ്യുമ്പോ അതൊക്കെ തിരിച്ചു. കറക്റ്റാണ്, അത്രേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും. അതേ സമയത്ത് ഇൻകം ടാക്സ് ദ്രോഹിക്കാൻ വരും. ഇത് ക്യുമുലേറ്റീവ്. ഈ നമുക്ക് ആ ലൈബിലിറ്റി വരുമ്പോ നമ്മളെ റിട്ടേൺസ് താമസിക്കും. ബിക്കോസ് ജോലിക്കാർ കാണത്തില്ല, എല്ലാവരും വിട്ടങ്ങ് പോവും. ആ റിട്ടേൺസ് താമസിക്കാതെ വരുമ്പോൾ ഇൻകം ടാക്സ് കറക്റ്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നഷ്ടം ഉണ്ടെങ്കിലും അവർക്ക് അറിയിപ്പിക്കണ്ടേ അവർക്ക് നമുക്ക് നഷ്ടമാണ്. അവര് അസസ്മെന്റ് വരും, അവര് പഴയ ഇത് വെച്ചിട്ട് അസസ്മെന്റ് വരും, സെയിൽസ് ടാക്സ് അസസ്മെന്റ് വരും. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് ഫൈനങ് അടിച്ചത്. ഇതെങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു? എവിടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടി? അല്ല, ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മളൊരു ഒറ്റമൂലി. ഞാൻ കുറെ ഒറ്റമൂലി ഉണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാ. ഒറ്റമൂലി ഒന്നുമില്ല. സ്ലോ ആയിട്ട് ഓരോ പ്രോബ്ലം വരുമ്പോഴും ആളുകൾ ഇപ്പം ഞാനെനിക്ക് കളക്ടറിനെ പോയി കണ്ട്. അപ്പൊ ഞാൻ പ്രേക്ഷകരോട് ഇത് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളിൽ പഠിപ്പിക്കാത്ത പാഠങ്ങളാണ്. ചോദിച്ചിട്ട് പറയാം, അല്ലാതെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത്. അപ്പൊ കളക്ടറിന്റെ അടുത്ത് ഞാനെനിക്ക് 10,000 rupees ഒരു സ്ഥലത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി മാറ്റി. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ വേറെ ഒന്നും ചെയ്യാതെ ഞാൻ കളക്ടറിന് പോയി ചെക്ക് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് തന്നെ നമ്മളെ സെയിൽസ് ടാക്സിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഈവൻ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ രൂപ വരെ ഇല്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നീ മേടിക്കുക അല്ലെങ്കിൽ എന്നെ കൊന്നു കളയാ, അല്ലാതെ എനിക്ക് ഒന്നുമില്ല. എനിക്ക് ഐ ആം ട്രൈയിങ് ടു പേ. കളക്ടർ ചിരിച്ചിട്ട് മേടിച്ചു. അവരൊരു ചെല്ലാൻ തന്നാലേ നമ്മളുടെ ലോറികൾ പോകാൻ പറ്റത്തുള്ളൂ. അന്ന് അങ്ങനെയായിരുന്നു സിസ്റ്റം. നമുക്ക് നേരത്തെ ചെല്ലാൻ മേടിച്ച് അതുകൊണ്ട് അടച്ച് സെയിൽസ് ടാക്സ് ആദ്യമേ അടച്ചിട്ടേ നമുക്ക് ലോറി ഇരിയാറുള്ളൂ. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. അപ്പം ആ സിസ്റ്റം പതുക്കിനെ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഈ കുറച്ച് എമൗണ്ട് ഒരു ഈ കളക്ടർ വാച്ച് ചെയ്യുമായിരുന്നു. ഒരു 1.5 years പേ ചെയ്തപ്പോഴത്തേക്ക് ഹി റോട്ട് എ നോട്ട് സെയിങ് ദാറ്റ് ലൈബിലിറ്റി ലാർജാ
it is not possible for us to buy it. പക്ഷെ they have an interest in paying this amount. അതാ പതുക്കൻ അവരുടെ മനസ്സ് ടു ദി മിനിസ്റ്റർ മാറ്റിയത്. ഈ ബാങ്കേഴ്സും എല്ലാവർക്കും വ്യത്യാസം വന്നത് ദ ഫാക്ട് ദാറ്റ് വി വർ വില്ലിംഗ് ടു പേ സംതിങ്. ദാറ്റ് സംതിങ് വാസ് നത്തിങ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഈവൻ അന്നത്തെ ഒരു ഡേയിൻ്റെ ഇൻട്രസ്റ്റ് വരെ ഇല്ലായിരുന്നു. പക്ഷേ I was able to convince them, or they were convinced that I was willing to pay, willing to work. അത് പക്ഷെ അപ്പോഴാണ് that I realized that unless my business is large enough, ഈ ലയബിലിറ്റി കൊച്ചായിട്ട് തോന്നണം, എന്നാലേ ഐ ക്യാൻ പേ ദിസ് ലയബിലിറ്റി. അല്ലാതെ ഈ എത്ര നിങ്ങൾ ഇപ്പൊ ഞാൻ കാർ എടുക്കാതെ രൂപ സേവ് ചെയ്താലോ ഹോട്ടലിൽ താമസിക്കാതെ രൂപ സേവ് ചെയ്താലോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് ഫോർ മീ. എൻ്റെ സിറ്റുവേഷനിൽ അതായിരുന്നു സിറ്റുവേഷൻ. നോട്ട് ദാറ്റ് ഞാൻ ലയബിലിറ്റി ഉള്ള എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. എൻ്റെ സിറ്റുവേഷൻ ഐ ഹാഡ് ടു ബിൽഡ് എ വെരി ലാർജ് ബിസിനസ്. അപ്പൊ അതിന്റെ ചലഞ്ച് എന്തുവാ? യു ആർ നോൺ ടു ബി എ ബാങ്ക്രപ്റ്റ്, all your accounts are closed. So how do you start businesses and large enough to pay? Adda example. അപ്പം then you will have to start sitting. ഇപ്പം ഗോവിന്ദൻകുട്ടിയുടെ മുമ്പ് സ്ഥിരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ച് I need to convince him that I am bankable. നിങ്ങൾക്ക് എനിക്ക് ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ട് തന്നാൽ I will process, protect that and give it back to you. ആ പ്രോസസ്സിൽ ഒരു പതുക്കനെ പോയി കുറേ നോസ്. ഐ എം ഷുവർ ദാറ്റ് ഈ സിനിമക്കാർ ഈ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുപോകുമ്പം കുറേ നോസ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. അതെ, കുറേ നോസിൽ ഒരാൾ വാസ് വില്ലിങ് ടു അക്സെപ്റ്റ് ദാറ്റ് അവർ രൂപ തരാമെന്ന് ഓൺ ദി കണ്ടീഷൻ ദാറ്റ് സെയിം പ്രൈസ് 10 വർഷം കൊടുക്കാം എന്നുള്ളൊരു കാര്യം. പക്ഷേ വൺ ഓഫ് ദി തിങ്സ് ഞാൻ അപ്പോഴും ചെയ്തത്, ഒരു കോൺട്രാക്ട്സും ഐ നെവർ ഡിഫോൾട്ടഡ്. എല്ലാം വി വെൻറ്റ് ത്രൂ ദ സെയിം പ്രോസസ് ഓഫ് പേയിങ്. അപ്പം അതുകൊണ്ട് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദാറ്റ് ഇഫ് ഐ എം സേയിങ് സംതിങ് ദാറ്റ് ദേ വിൽ ഡു ഇറ്റ്. അല്ല, ഈ പരാജയങ്ങളിലും ഇതിൻ്റെ ഓവർകമ്മുകളും നടക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചിരുന്നു, രാജൻപിള്ള സാറ് മരിച്ചിരുന്നു. രാജനൻ ഇതിൻ്റെ ഈ ഫസ്റ്റ് മേജർ ലയബിലിറ്റി വന്നത് 82 95 രാജന മരിച്ചു. ബൈ 1991 ഡിക്ലൈൻ തുടങ്ങിയായിരുന്നു. ബ്രിട്ടാനിയന്ന് വീണില്ല, പക്ഷേ ആ ഫൈറ്റ് തുടങ്ങിയായിരുന്നു. മേജർ ഫൈറ്റ് കമ്പനിയുടെ ആളുകളും ഡെനോണും എല്ലാം ആയിട്ട് വഴക്കും എല്ലാം തുടങ്ങിയായിരുന്നു. 1995 രാജന മരിച്ച. അപ്പം ഈ 40 കോടി ലയബിലിറ്റി ഉള്ള സ്ഥലത്ത് ഐ ഹാഡ് ടു ഇൻഹെറിറ്റ് $103 million ലയബിലിറ്റി ഓഫ് രാജന. ഒറ്റ ബ്രദറേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മറ്റേ രാജനന്റെ കുട്ടികൾ എന്ന് വെച്ചാൽ 8 വയസ്സും 1.5 വയസ്സുമാണ്. സോ പതുക്കന് ഐ ഹാഡ് ടു ടേക്ക് ദാറ്റ് പ്രോസസ്. അപ്പം നമുക്ക് വല്ലോ വിശ്വാസം ആളുകളുള്ളത് എല്ലാവരും അങ്ങ് ഓടി അങ്ങ് പോയി. അന്നൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഫിഗേഴ്സാ അവർക്ക്. ആർക്കും ഞാൻ വല്ലോ അല്ല ഈ ആളുകളെ വിശ്വസിപ്പിച്ച് നമ്മളോട്, നമുക്ക് ആളുകളില്ലാതെ യു കനോട്ട് വർക്ക്. അപ്പം ഈ ആളുകളെല്ലാം വി വിൽ ഡു ഇറ്റ്, ഇന്ന് അല്ലെങ്കിൽ നാളെ തരാം, അങ്ങനെ ഒരു വിശ്വസിച്ച ഒരു പ്രോസസ്സ് എല്ലാം റെഡിയാക്കി പോകുമ്പോഴാണ് രാജനന്റെ പ്രോബ്ലംസ്. രാജനെ മരിച്ചു പോയപ്പം ദേ ന്യൂ ദാറ്റ് നത്തിങ് എൽസ് കുഡ് ബി ഡൺ ആൻഡ് ദിസ് ലയബിലിറ്റി വാസ് ദെയർ. അത് എനിക്കൊരു ഓൾമോസ്റ്റ് 3 months ഒന്നും ചെയ്യാൻ പറ്റാതെ പോലെ. എന്നുവെച്ചാൽ ഒരു കോംപ്രിഹെൻഡ് ചെയ്യണ്ടേ ഇപ്പോഴത്തെ ലയബിലിറ്റി ഉണ്ട്, അതെല്ലാം മാസം 55 ലക്ഷം രൂപ ഉണ്ടാക്കണം, അത് പേ ചെയ്യണം. അതിൻ്റെ കൂടെ ഇതിൻ്റെ ലയബിലിറ്റി, വെദർ ഐ വിൽ ബി ഏബിൾ ടു പേ ഓർ വാട്ട് ക്യാൻ ആക്ച്വലി ഹാപ്പൻ, നോബഡി നോസ്. അപ്പം ദെൻ ഐ ന്യൂ ദാറ്റ് ലുക്ക് ഹിയർ, ഇതിൽ എത്ര രൂപ സേവ് ചെയ്താലും, ഏത് എക്കോണമി ട്രാവൽ ചെയ്താലും, ട്രെയിനിൽ എക്കോണമി ട്രാവൽ ചെയ്താലും, നത്തിങ് ക്യാൻ ബി ഡൺ. ഐ ഹാവ് ടു റീബിൽഡ് ആ സെയിം സ്ട്രെങ്ത്. പതുക്കിനെ റീബിൽഡ് ചെയ്യണം, ആ സെയിം പ്രോസസ്സ് ദാറ്റ് ഐ ഹാവ് ടു ഗോ. ഇതെല്ലാം ഒരു നാടകമാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊച്ചിലെ എനിക്കൊന്നും ഇല്ലായിരുന്നു, എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തി, അത് കഴിഞ്ഞ് എന്നെ എല്ലാം എടുത്തു മാറ്റി. ഇന്ന് എനിക്ക് നീ ഫുഡ് തരുന്നു, അത് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ബിഗ് തിങ്. somebody is there to look after you എന്ന് പറയുന്നത് തന്നെ വാസ് എ വെരി ബിഗ് തിങ്. അതായിരുന്നു അതാ എൻ്റെ ബിലീഫ്, ദാറ്റ് ഇതെല്ലാം ഒരു നാടകമാണ്.
ദൈവം ഓരോരോ സമയത്ത് ഓരോരോ സ്ഥലത്ത് കൊണ്ട് ഇന്ന് തന്നെ അല്ലെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇത് ആ സാധനത്തെ ലഘൂകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് 55 lakhs എക്സ്പെൻസേ ഉള്ളൂ, ആ ഹ്യൂജ് ലയബിലിറ്റി ഇല്ലാന്ന സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവണേ അല്ലേ? ഒരേ മാസം 55 ലക്ഷം രൂപയുടെ 55 ലക്ഷം എന്ന് പറയുമ്പോൾ അന്ന് 10,000 രൂപയ്ക്ക് കാറ് കിട്ടുന്ന കാലമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒന്നോട് ചോദിക്കട്ടെ, ഇന്നിപ്പോ എത്ര ടേൺ ഓവർ ഉണ്ട്? അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതിൽ നിന്നെല്ലാം കൂടി, അല്ലെങ്കിൽ യു കനോട്ട് പേ ദ 103 million. ഇറ്റ് ഈസ് ഇനഫ് ടു പേ എ ലാർജ് ലയബിലിറ്റി. അപ്പം ഈ ലാർജ് ലയബിലിറ്റി പേ ചെയ്ത ലാസ്റ്റ് ഡേ വാസ് ദ ഡേ ഓഫ് ദി ഡിമോണിറ്റൈസേഷൻ. ദാറ്റ് ഡേറ്റിലായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒരു 6 കോടിയുടെ ഒരു ചെക്ക് എടുത്തുകൊണ്ട് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ബാങ്കിലെല്ലാം ഇങ്ങനെ ക്യൂ ഓഫ് പീപ്പിൾ ഈ രൂപ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടുള്ള ദിവസം. അന്നാ ഞാൻ അത് പേ ചെയ്ത് അതിൻ്റെ ഈ unless you pay the last amount, you don't know whether you will be able to. ഇതില്ലേ ഈ 100 meters എല്ലാം ഓടുന്ന പോലെയാണ്. നമ്മൾ ജയിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് വിചാരിച്ചു പോയാൽ യു ഹാവ് ലോസ്റ്റ്. നമ്മള് ഇപ്പൊ PT ഉഷയ്ക്ക് എല്ലാം പറ്റിയതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ യു ആർ ദ ഫോർത്ത്, ദെൻ യു ഡോണ്ട് ഹാവ് എ മെഡൽ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 days എനിക്ക് ആരെ റെക്കഗ്നൈസ് വരെ ചെയ്യാൻ പറ്റിയില്ല. അത്രയും തീർത്തിട്ട്, ബിക്കോസ് അത്രയും പ്രഷർ ആയിരുന്നു, വിച്ച് ഐ കുഡന്റ് ഷോ ടു എനിബഡി. അന്ന് ഇതിൽ ആള് തിരിച്ചു വരുമ്പോ എല്ലാരും ആ ഹാപ്പി ആൻഡ് എവറിത്തിങ്, എന്റെ മൈൻഡ് മാത്രം വർക്ക് ചെയ്യുന്നില്ല. കടന്നു വന്ന റിയലി വി അപ്രീഷിയേറ്റ് ദിസ്. ശരിക്കും ഈ കണ്ണീരിന് വളരെ വാല്യൂ ഉണ്ട്. കാരണം എല്ലാവരും ധരിച്ചിരുന്ന, ഇവൻ ഞങ്ങൾ പോലും ധരിച്ചിരുന്നത് എന്താണെന്നറിയോ, ഈ വലിയ സാമ്രാജ്യമൊക്കെ തകർന്നപ്പോഴും ഈ വലിയ സാമ്രാജ്യം താഴെ പോയപ്പോഴും നിങ്ങൾക്കൊക്കെ ഇനഫ് ജീവിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ്. ഒരുപക്ഷെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ പെട്ടവർക്ക് രാജൻ പിള്ളയുടെ ഫാമിലിയുമായിട്ട് അങ്ങനെ ഒരു കണക്ട് കൂടെ ഉണ്ട്. ഞാനും അതിൽ പെടുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ ധാരണ, ഈവൻ രാജ്മോഹൻ സാറുമായിട്ട് എനിക്ക് 5 വർഷമായിട്ട് പരിചയമുണ്ട്, സച്ചിയേട്ടൻ വഴിയുള്ള പരിചയമാണ്. അപ്പോൾ പോലും ഞാൻ പോലും ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത് അതൊരു ലയബിലിറ്റി അല്ല, അത് ബിസിനസ് പൊളിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇനഫ് ഉണ്ട്, യുവർ സൂപ്പർ റിച്ച് ആണെന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അങ്ങ്. അപ്പൊ വേറെ പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? 6 sisters ഉണ്ടായിരുന്നു. എനിക്ക് 6 sisters ഉണ്ട്. ഒരാൾ മരിച്ചുപോയി, ക്യാൻസർ വന്നിട്ട്. പക്ഷെ അവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ they were trying to do business, വേറെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സോ the only person responsible was me. അതെന്റെ അമ്മയാ പറഞ്ഞത്. എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ റിച്ച് ആയിട്ട് ലിവ് ചെയ്യാനായിട്ട്, അമേരിക്കയിൽ ചെന്ന് വർക്ക് ചെയ്ത് വല്ലതെല്ലാം ലിവ് ചെയ്യാനായിട്ട്. അമ്മയാ പറഞ്ഞത്, ലുക്ക്, നിന്റെ അപ്പൂപ്പനോ അച്ഛനോ അല്ല ഇവിടെ ഒരു നെയിം ഉണ്ട്, നിന്റെ ഡ്യൂട്ടിയാ ടു പേ ബാക്ക് ദ ലയബിലിറ്റി. ആ മണ്ടൻ അറ്റ് 18 ഹു ഐ വാസ്, ഞാൻ വിചാരിച്ചു അതാ കറക്റ്റ് എന്ന്. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അങ്കിള് പറഞ്ഞു, ഇവരെല്ലാവരും മോസ്റ്റ് സക്സസ്ഫുള്ളി പറഞ്ഞു, നീ ഇതെടുക്കല്, ഇത് ഇന്ത്യയുടെ ലാർജസ്റ്റ് ലയബിലിറ്റിയാണ്, ആർക്കും അത് പേ ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു പേ ദിസ് ലയബിലിറ്റി, നീ ഇവിടുന്ന് അങ്ങ് അമേരിക്കയിൽ പോയി ജസ്റ്റ് എല്ലാം ബാങ്ക് ഇതെല്ലാം എഴുതി. ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം, സതീഷേ, അപ്പൂപ്പനേക്കാളും അച്ഛനേക്കാളും ചേട്ടനേക്കാളും സാർ സക്സസ് ആണ്. അത് ഗോവിന്ദൻകുട്ടി, അത് ഈ സക്സസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? അപ്പൊ ആ സക്സസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കാര്യങ്ങൾ കാണിക്കണം. പീപ്പിൾ ഷുഡ് ആക്ച്വലി തിങ്ക് ദറ്റ് യു ആർ സക്സസ്ഫുൾ. അതാണോ സക്സസ് ഓർ വാട്ട് യു വോണ്ട് ടു ബി? അല്ല, അത് ആയിക്കോട്ടെ. പക്ഷെ അത് ഡെഫിനറ്റ് ആയിട്ട് ഒരു അച്ചീവ്മെന്റാണ്. പക്ഷെ ദി ഫാക്ട് ദറ്റ് ഇതാ നമ്മളെ സർക്കംസ്റ്റാൻസസ് എന്ന് എല്ലാവരും വന്ന് ചോദിക്കുന്ന, എന്താ ബ്രിട്ടാനിയ ടേക്ക് ഓവർ ചെയ്യാത്തത്, എന്താ ഇത് ചെയ്യാത്ത, മറ്റേതുപോലെ വലുതായിട്ടില്ല. ഐ അക്സെപ്റ്റ്, അതായിട്ട് വലുതായിട്ടില്ല, എൻ്റെ സർക്കംസ്റ്റാൻസസ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നോബഡി ഈസ് ആക്ച്വലി ഇൻട്രസ്റ്റഡ്. നിങ്ങളൊരു കണ്ണ് ഇല്ലാതെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കണ്ണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എൻ ആൻസർ, അല്ലേ? അതോ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്താ ക്യാൻസർ വന്നത്, യു ഡോണ്ട് ഹാവ് എൻ ആൻസർ. I don't have an answer. Am I happy with my situation? I'm very happy. I'm very happy that I was able to pay. അതും എനിക്ക് തോന്നുന്നു, എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇത് പേ ചെയ്യണമായിരുന്നു, അത് പേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ there is nothing
nothing that I can actually take. There are people who have worked എന്നോട് ഇപ്പൊ 42 വർഷം who has gone through all the difficulties. ഇവരെല്ലാവരും ഉണ്ടായോണ്ട് മാത്രമാണ് ഈ ഫൈനൽ ലൈൻ കംപ്ലീറ്റ് ചെയ്തത്. ഈ കഥ കേട്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്ത റിലീഫ്. അപ്പൊ അങ്ങേക്ക് കിട്ടിയ റിലീഫ് അവസാന കടം പേ ചെയ്തിട്ട് 5 ദിവസം റിലേ പോയി നടന്നു എന്ന് പറയും. അതിനേക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. അല്ല, ഇതിനോടനുബന്ധിച്ച് ഇവരെ തിരിച്ചറിഞ്ഞ കുറെ ആൾക്കാരുണ്ടോ? എനിക്ക് തോന്നുന്നു ബ്രിട്ടാനിയ കമ്പനി തന്നെ ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്ററെ തപ്പുമ്പോൾ അത് നിങ്ങളിലായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ കാരണം ഒരു USSR ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലയബിലിറ്റി വന്നത്. പക്ഷെ ഇന്ത്യയിൽ അത് ഒരു മാറ്റം വന്നപ്പോ ബ്രിട്ടാനിയ പോലൊരു മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങാൻ പറ്റിയില്ല. പക്ഷെ അത് നിങ്ങളുടെ ഈ ഒരു ചെറുത്തുനിൽപ്പും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടാവുമല്ലോ, അറിയാവുന്ന ആളാണല്ലോ. അതിന് മുൻപാ അതിന് മുമ്പേ രാജനന് ആ ഓപ്പർച്യൂണിറ്റി വന്നത് അച്ഛനെ കണ്ടിട്ടാ. അച്ഛൻ വേൾഡ് വൈഡ് ആയിട്ട് ഈ കാഷ്യൂ ഒരു കമോഡിറ്റി ആയിട്ട് സക്സസ്ഫുൾ ആക്കുന്ന കണ്ടിട്ട് അന്ന് ഈ നെബിസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു ബ്രിട്ടാനിയയുടെ ഓണർ. അപ്പം ഇന്ത്യയിൽ ഒരു ലോ വന്നു, ഈ ഫോറിൻ കമ്പനീസിന് മോർ ദാൻ 40% ഓൺ ചെയ്തുകൂടാന്ന്. അപ്പൊ ദേ നീഡിഡ് സംബഡി ടു ടേക്ക് ദാറ്റ് 11% അവരുടെ കൂടെ ഇതിൽ വരാനായിട്ട്. അങ്ങനെയാ രാജനൻ ഫസ്റ്റ് വരുന്നത്. അത് അച്ഛൻ വാസ് ദ ലാർജസ്റ്റ് സപ്ലയർ ഓഫ് കാഷ്യൂസ് ടു നെബിസ്കോ വിച്ച് വാസ് ദ ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഇൻ അമേരിക്ക അന്ന്. അതുകൊണ്ട് ദേ വാണ്ടഡ് ടു ഗിവ് ഇറ്റ് ടു ഹിം ബിക്കോസ് അന്ന് ഇന്ത്യയുടെ ബ്രിട്ടാനിയ വാസ് ലെസ് ദാൻ 1% ഓഫ് നെബിസ്കോ സെയിൽ. അപ്പൊ അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. പക്ഷെ വാട്ട് രാജനൻ മെയ്ഡ് ഇറ്റ് ഔട്ട് ടു ബി, അന്നത്തെ ഒരു റിലേറ്റീവ്ലി കൊച്ചു കമ്പനി became the largest biscuit company in Asia. And his interest was to make it the largest in the world. ആ ആംബിഷനാ ആരോ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കൊന്നുകളയുന്നത്. ആ ആംബിഷനാ ഈ കൊന്നുകളയുന്നത്. ബിക്കോസ് ഹി വാസ് അദ്ദേഹം മരിക്കുന്ന ഏത് പ്രായത്തിലാണ്? 45. ഭയങ്കര കാലം കിടക്കായിരുന്നു അല്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈസി ആയി. അല്ല, അപ്പം ബ്രിട്ടാനിയക്കകത്തേക്ക് ക്യാഷ് ആഡ് ചെയ്തില്ലേ? അതെല്ലാം ഞാൻ കൊണ്ടുവന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് ഈ റഷ്യൻ ബിസിനസ് പോകുമ്പോൾ റഷ്യ വാസ് ദ ലാർജസ്റ്റ് ബയർ ഓഫ് ബ്രോക്കൺ നട്ട്സ്. അമേരിക്കയിൽ ബ്രോക്കൺ നട്ട്സിൽ ഒരു ഡിമാൻഡേ ഇല്ലായിരുന്നു, ആർക്കില്ല. എല്ലാവർക്കും ആ ഹോൾ ക്യാഷ് മാത്രമേ ഉള്ളായിരുന്നു. ഇവരായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രൈസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഈ മദ്രാസ് ഫാക്ടറി ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഈ ബിസ്ക്കറ്റ്സ് വെക്കാൻ. ഇപ്പം ഏത് പുതിയ സജഷൻസ് ആർക്ക് കൊടുത്താലും ഫസ്റ്റ് റിജക്ഷനാണ്, പറ്റത്തില്ല എന്നേ പറയത്തുള്ളൂ. പക്ഷെ പതുക്കനെ ഇത് പറഞ്ഞ് പിന്നെ അവർക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്. 2 കാര്യം വിച്ച് ഐ വാസ് കേപ്പബിൾ ഓഫ് ഡൂയിങ്. BTH എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലൊരു ഹോട്ടലുണ്ട്. ഇപ്പം ഹീസ് നോട്ട് ദി ഓണർ മാറിയിട്ടുണ്ട്. സ്വാമി ആയിരുന്നു എൻ്റെ ഓണർ. ഞങ്ങൾ അവിടെയായിരുന്നു വന്ന് താമസിക്കുന്നത്. വലിയ ഏറ്റവും നല്ല ഹോട്ടൽ, ഏറ്റവും നല്ല ഫുഡല്ല, വെജിറ്റേറിയൻ ഫുഡല്ല. അന്ന് വിജയമലയുടെ അച്ഛൻ വരുമ്പോഴും അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ വലിയ ഫ്രണ്ട്സ്, അച്ഛൻ്റെയും വിജയമലയുടെ അച്ഛന്. അപ്പം ഈ കാഷ്യൂസ് കൊണ്ടുവന്ന് ഞാൻ പേസ്റ്റ് ആക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ട് അങ്ങരുടെ ഈ കിച്ചണിൽ ചെന്നിട്ട് ഈ സാമ്പാറിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഈ അവിടുത്തെ സാമ്പാർ ബിക്കേം ദ മോസ്റ്റ് ഫേമസ് ഇൻ കൊച്ചിൻ. അപ്പൊ എല്ലാവരും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്തുവാ റീസൺ. സോ ദേ സ്റ്റാർട്ടഡ് ബൈയിങ് ദിസ് ബ്രോക്കൺ നട്ട്സ്. അവർ പേസ്റ്റ് ആക്കി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ. ഇതിൻ്റെ ഒരു ഷെഫ് പോയിട്ട് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ചിക്കനിലോട്ട് ഇത് ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം സാമ്പാറിലും ചിക്കനിലും ഇത് രണ്ടും ഓൾ ഇന്ത്യ ആയി, സൂപ്പർ ഹിറ്റായി, ഭയങ്കര വലിയ ഹിറ്റായി. ഈ ബ്രോക്കൺ കാഷ്യൂസ് ബിക്കേം ഒരു ടൈമില് മോർ എക്സ്പെൻസീവ് ദാൻ ഹോൾ കാഷ്യൂസ്. ബിക്കോസ് ബിസ്ക്കറ്റിന്റെ പുറത്ത് ഹോൾ കാഷ്യൂസ് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ബ്രോക്കൺ കാഷ്യൂസ് പേസ്റ്റ് ആക്കണമെങ്കിൽ ഈസിയർ ഇസ് ബ്രോക്കൺ കാഷ്യൂസ് പേസ്റ്റ് ആക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മളാണെങ്കിൽ കാഡ്ബറീസിന്റെ ഒരു സംസാരിച്ച് ചോക്ലേറ്റിന്റെ മോളി നട്ട്സ് വെക്കാൻ തുടങ്ങി. അവർക്ക് കാഷ്യൂ ചോക്ലേറ്റ്സ് തുടങ്ങി. ഈ ഐസ്ക്രീമിന്റെ പുറത്ത് ഈ കുറച്ച് നട്ട്സ് ഇട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഒരു വാല്യൂ എഡിഷൻ ആയിരുന്നു. ദേ കുഡ് പ്രൈസ് ഇറ്റ് മച്ച് ഹയർ. ഇതെല്ലാം വന്നപ്പോ ഈ ബ്രോക്കൺസിന്റെ ഡിമാൻഡ് ഇപ്പോഴും എക്സ്ട്രീംലി ഹൈ. ഇതെല്ലാം വേസ്റ്റായി പോകേണ്ട ഒരു സാധനത്തിന് ഒരു വിപണി കണ്ടെത്തി, പ്രീമിയം മാർക്കറ്റ്. പിന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വില കൂടി. ഇപ്പോഴും ചില സമയത്ത് ബ്രോക്കൺ കാഷ്യൂസിന്റെ പ്രൈസ് ഇതിനെക്കാട്ടി കൂടുതല. ബിക്കോസ് ഈ കാര്യങ്ങൾ, ഈ കാഷ്യൂ ബർഫി,
ഈ സ്വീറ്റ്സിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻറ്റാ, സ്മെല്ല് ഡിഫറെൻറ്റാ, ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് അങ്ങ് മാറി. അതാ ദാറ്റ് മെയ്ഡ് ദ ഡിഫറൻസ് ഫോർ മീ. ഇത് ഭയങ്കരമായിട്ടൊക്കെ സെയിൽസ് പിടിക്കാൻ ഞങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ബ്രോക്കൺ കാഷ്യൂസ്. അത് ദാറ്റ് റിയലി ഹെൽപ്ഡ് മീ ഈ ലയബിലിറ്റീസ് പേ ചെയ്യാനായിട്ടും ആ സിസ്റ്റംസ് ഉണ്ടാക്കാനായിട്ടും കാര്യങ്ങളെല്ലാം. അതർ ദാൻ നമ്മൾ ഈ വെദർ ഇറ്റ് ഇസ് ഇൻ പ്രൊക്യൂർമെൻറ്റ്, നമ്മൾ ഫാമേഴ്സിൻ്റെ അടുത്ത് ടാൻസേനിയയിൽ ക്യാഷ് കൊണ്ട് കൊടുത്തിട്ട് മേടിക്കാൻ തുടങ്ങി. ആ സിസ്റ്റംസ് എല്ലാം കൂടെ വെച്ചാൽ ഒരാൾ ജയിക്കുമ്പം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ തിങ്, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് തിങ്സ്. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സും ഈ സാമ്പാറിലെ പേസ്റ്റും എല്ലാം, ബിക്കോസ് അതായി ഇന്നത്തെ നല്ല സാമ്പാറിൻ്റെ ടേസ്റ്റ്, അതായി നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ്, ദോസ് ആർ ദി തിങ്സ്. പക്ഷെ ഇതൊന്നും വെളിയിൽ ഒരാൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ ആളുകൾക്ക് ഈ വെളിയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ കമ്പയർഡ് ടു റിയൽ തിങ്സ്.